ബിക്കോസ് ഐ ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ്. ഇവിടെ എന്നെ അവർ കൊല്ലും, എന്തായാലും കൊല്ലും, 100% ഉറപ്പായി. ഹൂസ് ദിസ് ഗോവിന്ദൻ മാഷ്? ഈ മനുഷ്യൻ ആരാ? ഇത്ര വലിയ സംഭവമാണോ? ഞാൻ ഇരിക്കുന്നിടത്താണ് വന്നിട്ട് ഓഫർ ചെയ്തത്. അത് ഇദ്ദേഹത്തിന്റെ പേരാണ്. ഇദ്ദേഹം ആരാണെന്ന് എനിക്കറിയില്ല. അതായത് CM രവീന്ദ്രനും M ശിവശങ്കറും കമലയും കൂടിയാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. പിണറായി വിജയൻ അവിടെ റോളില്ല. അപ്പോൾ MR അജിത് കുമാർ ഒരുപാട് ദ്രോഹിച്ചൊരു വ്യക്തിയാണ്. എന്നെ കംപ്ലീറ്റ്ലി മറച്ചാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അത് ഇവരെന്നോട് പറയുന്നതാണ് എന്റെ മുഖം മറയ്ക്കാൻ. സർക്കാർ പറയുന്നതാണ്. അതെ. നമസ്കാരം. മാഡത്തിനൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. നമ്മൾ കണ്ടിട്ട് ഏകദേശം ഒരു 1.5 വർഷം കഴിഞ്ഞു എന്ന് തോന്നുന്നു. പക്ഷെ അതിനുശേഷം കേരളത്തിലെ സാഹചര്യമൊക്കെ മാറി വന്നു. ഞാൻ ഉൾപ്പെടെയുള്ള, മാഡം ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് പലതും തുറന്നു പറയാനും ഒക്കെ ഉള്ള ഭയമുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു സിറ്റുവേഷൻ മാറിയിരിക്കുകയാണ് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ പലതും കൂടുതലായിട്ട് നമുക്ക് പറയാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ കോർട്ടിന്റെ റെസ്ട്രിക്ഷൻസ് മനസ്സിൽ വെച്ചുകൊണ്ട് ഓക്കെ അത് പ്രശ്നമില്ല. നമുക്ക് നിയമപരമായിട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് മറ്റ് പല കാര്യങ്ങളും പറയാനുണ്ട് കേട്ടോ. ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് മാഡം ഇങ്ങോട്ട് വരുന്നത്. അതിന് മുമ്പ് ഉള്ള സ്വപ്ന സുരേഷ്, ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള സ്വപ്ന സുരേഷ്, പിന്നീട് വരുന്നത് ചതിയുടെ പത്മവ്യൂഹം എന്നുള്ളൊരു പുസ്തകത്തിലൂടെയാണ് ചർച്ചയാകുന്നത്. അപ്പോൾ അതോടുകൂടി, ആ പുസ്തകം പുറത്തിറങ്ങിയതോടുകൂടി സ്വപ്ന സുരേഷ് ആരാണ് എന്നുള്ളൊരു കാര്യം പൊതുസമൂഹത്തിന് ഏകദേശം ഒരു ബോധ്യമായിരുന്നു. അത് ഒരു വിശ്വാസ്യത കൂടുതൽ കൈവന്നു. പക്ഷേ എന്തുകൊണ്ടാണ് അതിനുശേഷമുള്ള സ്വപ്ന സുരേഷിൻ്റെ ഇതുവരെയുള്ള, വീണ്ടും കേരളത്തിലേക്ക് വരുന്നത് വരെയുള്ള ജീവിതം എങ്ങനെയായിരുന്നു? വളരെ ഡിഫിക്കൽട്ടായിരുന്നു in terms of career, in terms of growth, in terms of development, because കേരളത്തിൽ നിന്ന് കഴിഞ്ഞാൽ ത്രെറ്റ് ടു ലൈഫ്. പിന്നെ കേരളത്തിൽ നോ ഓപ്പർച്യൂണിറ്റീസ്. ആരും ഒരു ജോലി തന്ന് സഹായിക്കാൻ തയ്യാറല്ല. എല്ലാവർക്കും ഭയമായിരുന്നു. പ്രോബബ്ലി എന്നെ അല്ല ഭയക്കുന്നത്, ഗവൺമെന്റിനെ. ആൻഡ് ഒരു രീതിയിലും എനിക്ക് എൻ്റെ മക്കളെ വളർത്തി ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് ബാംഗ്ലൂർ പോകേണ്ടി വന്നത്. ബിക്കോസ് മകൻ്റെ ലൈഫിനെ കുറിച്ച് ഓർത്തിട്ടും എൻ്റെ ലൈഫിനെ കുറിച്ച് ഓർത്തിട്ടും. പക്ഷെ ദാറ്റ് ട്രാൻസിഷൻ പീരിയഡ് ഓഫ് നിയർലി 3.5 years was really pathetic and very difficult to survive, because നമ്മളെ കേരളത്തിലെ എക്സ്പെൻസസ് അല്ലല്ലോ ബാംഗ്ലൂരിലെ എക്സ്പെൻസസ്. ഇൻ ടേംസ് ഓഫ് എഡ്യൂക്കേഷൻ ആയാലും, ഇൻ ടേംസ് ഓഫ് കോസ്റ്റ് ഓഫ് ലിവിങ് ആണെങ്കിലും, ഇറ്റ് ഈസ് വെരി വെരി എക്സ്പെൻസീവ്. അപ്പം ഇറ്റ് വാസ് ഡിഫിക്കൾട്ട്. എങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, ഒരുപാട് കഷ്ടപ്പെട്ടു. ഞാനത് നേരിട്ട് അന്ന് അവിടെ വന്നപ്പോൾ കണ്ടതാണെങ്കിലും അത് ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വന്നതിൽ. ഇപ്പോൾ HRDSലേക്ക് ഇപ്പോൾ HRDSലേക്ക് തിരികെ ജോലിക്ക് കയറിയിട്ടുണ്ടോ? ഇല്ല, പ്ലാനിങ് ടു. സെക്രട്ടറി പറയുന്നത് HRDSലേക്ക് ജോലിക്ക് കയറി. ഞാൻ എപ്പോഴും HRDSന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നത്. ഐ വാസ് അസോസിയേറ്റിംഗ് ഓൺ എ ഡെയിലി ബേസിസ്. അപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും, പ്രോബബ്ലി ഉടനെ തന്നെ ഐ വിൽ ഗെറ്റ് ഇൻ ടു ദി എംപ്ലോയ്മെന്റ്. സ്വപ്ന സുരേഷ് അന്ന് പറഞ്ഞ പല കാര്യങ്ങളും വാസ്തവമാണെന്ന് ഇന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും ഓർക്കുന്നത്, അന്ന് നമ്മൾ കണ്ടപ്പോൾ മാഡം പറഞ്ഞൊരു വാക്ക്, കർമ്മ ഈസ് ബൂമറാങ്. അതുപോലെയാണ് ഇന്നിപ്പോൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരും പറയാതെ തന്നെ ജനങ്ങൾക്ക്, സമൂഹത്തിനെല്ലാം ബോധ്യമായി കൊണ്ടിരിക്കുകയാണ്. എന്ത് കാണുന്നു ഇതൊക്കെ തോന്നുമ്പോൾ? ഇതെല്ലാം കാണുമ്പോഴത്തേക്കും ഞാൻ എവിടെയൊക്കെയോ വിജയിച്ചു ആഫ്റ്റർ ഓൾ ദി സ്ട്രഗിൾ, അല്ലെങ്കിൽ ആഫ്റ്റർ ഇത്രയും ഞാൻ ഒരു വലിയ വില കൊടുത്തിട്ടാണ് ഞാൻ ലൈഫിലോട്ട് തിരിച്ചു വന്നത്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ഐ ഫീൽ വെരി ഹാപ്പി, കണ്ടെന്റ് ദറ്റ് എവിടേക്കോ എന്തൊക്കെയോ സത്യങ്ങൾ തെളിയുന്നുണ്ടല്ലോ. പൂർണ്ണമായില്ലെങ്കിൽ പോലും ഇറ്റ് ഹാസ് സ്റ്റാർട്ടഡ്, ഒരു ബിഗിനിങ് ആയിട്ടുണ്ട്. അപ്പം ഐ എം വെരി ഹാപ്പി അബൌട്ട് ദിസ്. ഇത് ഇങ്ങനെയല്ല, ഇതിൽ നിന്നും കുറച്ചും കൂടി ഡീപ്പായിട്ട് കാര്യങ്ങൾ വെളിയിലോട്ട് വരണമെന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. അങ്ങനെയാണെങ്കിൽ തന്നെ അത് പുറത്തു വരുമെന്ന് പ്രതീക്ഷയുണ്ടോ? ബിക്കോസ് നൗ ദ ഗവർണൻസ് ഹാസ് ചേഞ്ച്ഡ്. അപ്പോൾ ഇവര് അധികാരത്തിലിരുന്നപ്പോഴാണല്ലോ ഇവരുടെ മാക്സിമം ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചതും കാര്യങ്ങളും ഒക്കെ. നോട്ട് മേ ബി അനദർ ലാവലിൻ കേസ് പോലെ ആവുമായിരിക്കും. എന്നാൽ പോലും ഇത്രയും സത്യങ്ങൾ വെളി വന്നുകൊണ്ട് ഐ ഫീൽ പ്രോബബ്ലി ഒരു ചാൻസ് ഉണ്ട്. അന്ന് മാഡം പറഞ്ഞത്, ഈ നമ്മളിപ്പോൾ ഈ
പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ മകൾക്കെതിരെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസ്, മാസപ്പടി കേസൊക്കെ വന്നിരുന്നു. EDയുടെ അന്വേഷണമൊക്കെ ഒരു പ്രഹസനമായിരുന്നു. അത് പൊതുസമൂഹത്തിന് തന്നെ ബോധ്യമായതാണ്. പക്ഷേ അധികാരം നഷ്ടപ്പെട്ടതോടുകൂടി വീണ്ടും ED പിടിമുറുക്കി കാര്യങ്ങളൊക്കെ മേഡം അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ EDയെ ഇനിയും അന്ന് മേഡം 2023 ഈ ഒരു വിഷയമുണ്ടായ സമയത്ത് ഒരു അഭിമുഖത്തിൽ പറഞ്ഞതാണ് EDയെ പോലും സ്വാധീനിക്കാൻ തക്ക വിധത്തിലുള്ള കഴിവുള്ളയാളാണ് പിണറായി വിജയൻ എന്ന്. അപ്പോൾ ഇപ്പോഴും ആ കഴിവ് അദ്ദേഹത്തിനുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ബിക്കോസ് അങ്ങനെയാണെങ്കിൽ മകളെ പോവാതെ തന്നെ നോക്കാൻ പറ്റുമായിരുന്നല്ലോ. സംവെയർ ഹി ഹാസ് സ്റ്റാർട്ടഡ് ലൂസിങ് ഹിസ് പവർ, ഹിസ് റെയിൻ. സംവെയർ ഐ ഫീൽ ദാറ്റ് ആ ഒരു പവറിന്റെ കോൺഫിഡൻസ് എവിടെയോ കുറഞ്ഞു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു തുടങ്ങി എന്നുള്ളൊരു ബോധ്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതർവൈസ് ഇപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ കസ്റ്റഡിയിലൊക്കെ പോകുന്ന സമയത്ത് എന്നെ കംപ്ലീറ്റ്ലി മറച്ചാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അത് ഇവരെന്നോട് പറയുന്നതാണ് എൻ്റെ മുഖം മറയ്ക്കാൻ. സർക്കാർ പറയുന്നതാണ്. അതെ, പോലീസ് ആൻഡ് എവ്രി വൺ. സോ ലിറ്ററലി എനിക്കൊന്നും കാണാൻ പറ്റാതെയാണ് ഞാൻ ട്രാവൽ ചെയ്യണത്, കൈയൊക്കെ പിടിച്ചു. ബിക്കോസ് ഇവരാണ് പറയണത് മുഖം മറയ്ക്കാൻ. അപ്പം ഇഫ് യു ആസ്ക് മീ മുഖം മറയ്ക്കേണ്ട കാര്യമുണ്ടോ എന്ന് വെച്ചാൽ ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ഹൈഡ്. ഐ കൻ ഷോ മൈ ഫേസ് ആൻഡ് സിംപ്ലി മൂവ് അറൗണ്ട്. അപ്പം ആ കോൺഫിഡൻസ് എനിക്കുണ്ട്. അദ്ദേഹത്തിന്റെ മകൾ എന്തിനാണ് മുഖം മറയ്ക്കുന്നത്? അതെ, അവിടെയാണ് ഞാൻ കർമ്മയുടെ കാര്യം നേരത്തെ പറഞ്ഞത്. അത് മാത്രമല്ല, ഈ അന്ന് ഈ സ്വപ്ന സുരേഷ് എന്ന സ്ത്രീയെ ദ്രോഹിച്ച എല്ലാവരും, ആ ദ്രോഹിച്ചതെന്ന് നമ്മൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയില്ല. സ്വപ്ന മേഡത്തിനെ നമുക്കറിയില്ല, പിണറായി വിജയനെയും MR രാജ്കുമാറിനെ ആരും അറിയില്ല. പക്ഷേ 2 വർഷങ്ങൾക്ക് ഇപ്പുറം വരുമ്പോൾ അന്ന് സ്വപ്ന സുരേഷ് എന്താണോ അനുഭവിച്ചത് അതിൻ്റെ മറ്റൊരു തലമാണ് ഈ പറയുന്നവരൊക്കെ അനുഭവിക്കുന്നത്. അപ്പോൾ MR രാജ്കുമാർ ഒരുപാട് ദ്രോഹിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കാര്യമൊക്കെ ഇപ്പോൾ പറഞ്ഞല്ലോ, അപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും സ്ഥാനക്കയറ്റം കൊടുത്തു എന്നൊക്കെ പറയുന്നത് കേട്ടു. എങ്കിലും അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലിനെ കുറിച്ച് ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു സ്ഥാനക്കയറ്റം കിട്ടിയിരിക്കുകയാണ്. അത് പൊതുസമൂഹം ഒന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. സ്ഥാനം കിട്ടിയാലും ഹി ഹാസ് ബീൻ ചാർജ്ഡ് ഓൺ മെനി ഇഷ്യൂസ്. അപ്പോൾ ഇഷ്യൂസ് അവിടെ തീരുന്നില്ലല്ലോ. സ്ഥാനക്കയറ്റം കൊടുക്കുന്നത് മേ ബി ഹി ഈസ് ബെഗിങ് പീപ്പിൾ ഫോർ പൊസിഷൻ ഓർ വാട്ട് എവർ, ബട്ട് ഹി ഈസ് ഓൾറെഡി ഹിസ് ട്രൂ കളർ, ഹിസ് റിയൽ ആ ഒരു വില്ലന്റെ റോൾ സമൂഹത്തിന്റെ മുമ്പേ വന്നല്ലോ. വോട്ട് യു സേ, ഇല്ലീഗലായിട്ട് ഉണ്ടാക്കിയ എല്ലാ റിസോഴ്സസും പുറത്തു വന്നല്ലോ. ഹൗ ക്യാൻ എ നോർമൽ പോലീസ്മാൻ മേക്ക് സോ മച്ച്? There are other policemen also in the department who is not anything at all. ഒന്നും ആവാത്തവരും ഉണ്ടല്ലോ. അപ്പം ഇതെല്ലാം സമൂഹത്തിൽ വന്നല്ലോ. പുള്ളിക്കാരൻ ടെൻഷൻ അടിച്ചോ ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ദാറ്റ് ഇസ് ഇനഫ്. അത് മതി. സ്ഥാനക്കയറ്റം കിട്ടാതിരിക്കുക. മോളിൽ പോവും താഴെ വീഴും, മോളിൽ പോവും താഴെ വീഴും, അതൊന്നും എനിക്ക് വിഷയമല്ല. പക്ഷെ ഇവരുടെ എല്ലാവരുടെയും ട്രൂ കളർ സ്വപ്ന സുരേഷ് എന്തൊക്കെയോ വന്ന് വിളിച്ച് പറഞ്ഞിട്ട് പോയി എന്നുള്ളതല്ലല്ലോ ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. വാട്ട് എവർ ഐ സെഡ്, ഇറ്റ് ഹാഡ് സം എസൻസ്, ഇറ്റ് ഹാഡ് സം ട്രൂത്ത്, ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ ട്രൂത്ത് ഗോഡ് ബ്രോട്ട് ഇറ്റ് ഔട്ട്. എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് ആസ് എ ഹ്യൂമൻ ബീങ്, പക്ഷെ ദൈവത്തിനില്ലല്ലോ. ഇല്ല എന്നുള്ളതാണ്. അതെ, അന്ന് ഞാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതായത് അതെനിക്ക് തോന്നുന്നു ക്യാമറയ്ക്ക് മുന്നിലാണോ അതിന് ശേഷമാണോ എന്ന് എനിക്കറിയില്ല. അധികാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിണറായി വിജയനും കുടുംബത്തിനും കേരളത്തിൽ ജീവിക്കാൻ കഴിയുമോ എന്ന്. അന്ന് മാഡം പറഞ്ഞത് US ഏകദേശം 150 കോടിയോളം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് IT മേഖലയിൽ തന്നെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുണ്ടോ? കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അധികാരമില്ലാതെ നിൽക്കാൻ കഴിയില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു കീറക്കടലാസിൻ്റെ വിലയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ വരുമ്പോൾ അവരുടെ they did not expect that they would lose. They were overconfident that they will come to thrice also. ഇല്ലേ? ആ ഒരു ഭയങ്കരമായ ഒരു അഹങ്കാരവും ഭയങ്കരമായ ഒരു ഓവർ കോൺഫിഡൻസ് ആയിരുന്നു ദാറ്റ് ഹി വിൽ കം ബാക്ക് ടു പവർ. നൗ ഹി ഈസ് ജസ്റ്റ് ട്രൈയിങ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ആക്സെപ്റ്റ് ഹിസ് ഡിഫീറ്റ്. എന്നാൽ പോലും ഹി ഈസ് നോട്ട് റെഡി ടു ഓപ്പൺ അപ്പ് ആൻഡ് സേ ദാറ്റ് യെസ് വി ലോസ്റ്റ്. അത് പറയുന്നില്ലല്ലോ. ഇപ്പോഴും ആ ഒരു തകർച്ച അല്ലെങ്കിൽ ആ ഒരു അത് സമ്മതിച്ചു കൊടുക്കുന്നില്ലല്ലോ ആർക്കും. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുമ്പോഴും ഹീസ് ഫീലിംഗ് ദാറ്റ് ഹീസ് സംതിങ്. ആ ഒരു റിയാലിറ്റി കുറച്ച് ദിവസം എടുക്കും. ആ റിയാലിറ്റിയിൽ വന്നു കഴിയുമ്പോൾ യു സി ട്രീറ്റ്മെന്റിന്റെ പേരിലോ
വയ്യായ്മയുടെ പേരിലോ എന്തെങ്കിലും പറഞ്ഞ് they will go away. ഇപ്പൊ പെട്ടെന്ന് നിൽക്കുന്നത് ഡോക്ടർ cannot travel. അതിനുശേഷം അന്ന് മാഡത്തിനെ സ്വാധീനിക്കാൻ വേണ്ടി ഏകദേശം 30 CR ആണ് ഓഫർ ചെയ്തിരുന്നു എന്നാണ് അറിഞ്ഞത്. യഥാർത്ഥത്തിൽ അത് പിന്നീട് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ നിഷേധിക്കുകയും ചെയ്തു. നിഷേധിച്ചു. എനിക്കെതിരെ ഡെഫമേഷൻ കേസ് എടുത്തു. അതിനെതിരെ നടപടി വല്ലതും ഉണ്ടായോ പിന്നീട്? അല്ല, ഇത് കോർട്ടിൽ നടക്കുക. ഡെഫമേഷൻ കേസ് എടുത്തു. ഇവരുടെ ജോലി എന്താണ്? എന്തെങ്കിലുമൊക്കെ ഇവർ ചെയ്യും, എന്നിട്ട് ഉടനെ തന്നെ ഒരു FIR ഇടും, എൻ്റെ പേരിൽ ഒരു കേസ് എടുക്കും, എൻ്റെ അപ്പോഴത്തെ ഫോണെല്ലാം പിടിച്ചോണ്ട് പോകും. പിന്നെ നത്തിങ്, ഒന്നും കേൾക്കാനില്ല. ഐ സിംപ്ലി ഡോണ്ട് നോ ദിസ് ജെന്റിൽമെൻ. ഞാൻ UAE കോൺസുലേറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്തും ഞാൻ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഫേമിലും വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ എക്സിസ്റ്റ് ചെയ്യണതായിട്ട് എനിക്കറിയില്ല. ഹൂസ് ദിസ് ഗോവിന്ദൻ മാഷ്? ഐ ആം നോട്ട് എ പാർട്ട് ഓഫ് പൊളിറ്റിക്സ്. ഐ ഡോണ്ട് കെയർ ഹൂ ഈസ്. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. ഹൂ ഈസ് ഹി? ഇന്നും ഞാൻ അതേ നോക്കണം. ഞാൻ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ഈ മനുഷ്യൻ ആരാ? ഇത്ര വലിയ സംഭവമാണോ? അത് ഞാൻ അന്നും പറഞ്ഞു, ഇന്നും പറഞ്ഞു. ഞാൻ ഒന്നും തിരുത്തി പറയാൻ പോകുന്നില്ല. വാട്ട് എവർ ഐ എക്സ്പീരിയൻസ്ഡ്, വാട്ട് എവർ ഐ ഹേർഡ്, അത് ഞാൻ ഇന്നും പറയും, എന്നും പറയും. ഞാൻ ഇരിക്കുന്നിടത്താണ് വന്നിട്ട് ഓഫർ ചെയ്തത്. അത് ഇദ്ദേഹത്തിന്റെ പേരാണ്. ഇദ്ദേഹം ആരാണെന്ന് എനിക്കറിയില്ല. ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ട് വന്നു എന്നാണ് പറയുന്നത്. അതെ, ഞാൻ പറഞ്ഞില്ലല്ലോ ഗോവിന്ദൻ എന്ന് പറഞ്ഞ ജെന്റിൽമാൻ എന്നെ ഡയറക്റ്റ് വിളിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹം എന്തിനാണ് ഡെഫമേഷൻ കേസ് കൊടുക്കുന്നത്? ഒരു ലോജിക്ക് വേണ്ടേ എന്തെങ്കിലും ചെയ്യുമ്പോ? അപ്പൊ ഓടിച്ചാടി പെട്ടെന്ന് പോയി ഡെഫമേഷൻ കേസ് കൊടുത്തിട്ട് ബാക്കിയുള്ളവരാരും ഒന്നും ചെയ്തില്ല, പക്ഷെ ഞാൻ ചെയ്തത് പറഞ്ഞു അത് സ്മാർട്ടല്ല. അത് മണ്ടത്തിനെന്നേ ഞാൻ പറയത്തുള്ളൂ. ബിക്കോസ് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല അദ്ദേഹം എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തു എന്ന്. ഏതോ ഒരാൾ അദ്ദേഹത്തിന്റെ പേര് മെൻഷൻ ചെയ്തു. അത് ആരാണെന്ന് എനിക്കറിയില്ല. ഇന്നും ഞാൻ അത് തന്നെ പറയും, എനിക്ക് ഇന്നും അറിയില്ല പുള്ളിക്കാരൻ ആരാണെന്ന്. ഏറ്റവും കൂടുതൽ സങ്കടം ചതിയുടെ പത്മവ്യൂഹം ആദ്യത്തെ ദിവസം തന്നെ വാങ്ങി വായിച്ച ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഇൻ്റർവ്യൂവിന് വരുന്നതിന് മുന്നായിട്ട് ഒന്നും കൂടി അത് ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ അതിൽ വളരെ സങ്കടം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മക്കളോടും ഒപ്പം ബാംഗ്ലൂരിലേക്ക് പോയ സമയത്ത് ഉണ്ടായ ഉപദ്രവവും ഒക്കെ നമുക്കത് സഹിക്കാൻ, നമ്മൾ വായിക്കുന്ന ആൾക്കാർക്ക് പോലും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതായിരുന്നു. അത് ഞാൻ വീണ്ടും അത് ചോദിച്ച് മുറിവേൽപ്പിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ കേരളത്തിൻ്റെ പൊതുസമൂഹം ഇതറിയണം, ഓർമ്മിക്കപ്പെടണം. കാരണം പുതിയ പുതിയ വാർത്തകൾ വരുമ്പോൾ പഴയ കാര്യങ്ങൾ വിസ്മരിക്കപ്പെടുകയാണ്. പക്ഷെ അത് ഓർമ്മിപ്പിക്കേണ്ടത് നമ്മുടെ കൂടി ചുമതലയാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? 5-ാം തീയതി ഞാൻ കസ്റ്റംസിൻ്റെ ഓഫീസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയായിരുന്നു. ബിക്കോസ് ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് മീ. അപ്പോൾ സരിത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ അവരുടെ അടുത്ത് പറയുന്നത്, ഞാൻ പോയി സരിത്തിനെ നോക്കിയിട്ട് എന്താണെന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യാം, എന്താണെന്ന് നമുക്കറിയില്ല. ഇറങ്ങി അപ്പം തന്നെ ശിവശങ്കർ സാർ ഫോണിൽ വിളിച്ചിട്ട് പറയുന്നത് പോലെ അങ്ങ് പോകാൻ പറഞ്ഞു, സന്ദീപ് എന്ന് പറയുന്ന ആളിൻ്റെ കൂടെ. സോ നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ ഇതൊരു ട്രാപ്പിലോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ എനിക്ക് വേറെ ചോയ്സ് ഒന്നുമില്ല, മരണം തന്നെയാണ്. ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എക്സാക്ട്ലി. ഐ മീൻ ഐ ഡോണ്ട് നോ. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനു ഭയക്കണം? എനിക്ക് കസ്റ്റംസിന്റെ അതോറിറ്റീസിന്റെ മുമ്പേ പോയി സംസാരിക്കാൻ ഐ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം. ബിക്കോസ് ആ സമയത്ത് ഞാൻ കോൺസുലേറ്റിലല്ല വർക്ക് ചെയ്യണത്, കേരള ഗവൺമെന്റിന്റെ ഫേമിലാണ്. ഒരു KSIT ആയില്ലേ, സ്പേസ് പാർക്ക്, ആ പ്രോജക്റ്റിലാണ് വർക്ക് ചെയ്യണത്. അപ്പൊ പിന്നെ ഐ ഹാവ് നത്തിങ് ടു ഡു വിത്ത് ദ കോൺസുലേറ്റ്. അപ്പം ഞാൻ പറയുന്നത് പോലെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്താൽ മതി. എന്നെ ആദ്യത്തെ ദിവസം NIA കൊണ്ടുവരുന്ന സമയത്ത് ഇട്ട ഡ്രസ്സ് 5-ാം തീയതി ഇട്ട ഡ്രസ്സ്. ഐ ഡോണ്ട് ഹാവ് ഒരു ഡ്രസ്സ് പോലും മാറ്റാൻ, എടുക്കാൻ, വീട്ടിൽ പോകാനോ ഒന്നിനും സമ്മതിക്കാതെ എന്നെ, യുനോ, ആക്ച്വലി പറയുകയാണെങ്കിൽ ഐ വാസ് സ്മഗിൾഡ് ഓൾ ദ വേ ടു കൊച്ചിൻ. അവിടെ കൊണ്ടുവന്ന് അവിടെ ഇവിടെ താമസിപ്പിക്കുക, ഓരോ മണിക്കൂർ വെച്ച് സ്ഥലങ്ങൾ മാറ്റുക, ഫോണെല്ലാം വാങ്ങിച്ചു, TV ഇല്ല, ഒന്നുമില്ല. എനിക്ക് എന്താണ് സംഭവിക്കണമെന്ന് ഒന്നും അറിയില്ല ആ 4 days. അത് കഴിഞ്ഞിട്ട് 2 പേര് വരുന്നു, ഒരു ഫോൺ തരുന്നു എൻ്റെ അടുത്ത്. അവർ പറഞ്ഞു തരുന്ന ഡയലോഗ്, ബിക്കോസ് അന്ന് ഞാൻ ഇത്രയും മലയാളം സംസാരിക്കത്തില്ല, അപ്പം അവർ പറഞ്ഞു തരുന്ന ഡയലോഗ്സ് മൊത്തം ഞാൻ മുഖ്യമന്ത്രിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം, അന്നത്തെ മുഖ്യമന്ത്രി. അപ്പോൾ അതെല്ലാം പറഞ്ഞു. ആ ഫോൺ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. പിന്നെ എന്നെ ബാംഗ്ലൂർക്ക്
വിടുന്നു. അപ്പോൾ ബാംഗ്ലൂരിൽ പോകുന്ന സമയത്ത് പറയണ മക്കളെല്ലാം തിരിച്ച് വീട്ടിൽ വിട്ടോളൂ, ഞാൻ ഒറ്റയ്ക്ക് പോവാൻ. ഐ മീൻ വൈ? എനിക്ക് അതിനെക്കുറിച്ച് ആസ് എ മദർ എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയില്ല. ബിക്കോസ് ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ഹാപ്പനിങ് എൻ്റെ ചുറ്റും. എനിക്ക് ആരോടും ഒന്നും സംസാരിക്കാൻ പറ്റില്ല, മക്കളോട് സംസാരിക്കാൻ പറ്റില്ല, മക്കൾക്ക് എന്നോട് സംസാരിക്കാൻ പറ്റില്ല. ഐ വാസ് ഐസൊലേറ്റഡ് ടോർച്ചേർഡ് ടു ദ കോർ. അത് കഴിഞ്ഞിട്ട് അവർ പറയും ബാംഗ്ലൂരിൽ നിന്ന് എന്നെ ബോംബെ വഴി നാഗാലാൻഡ്. നാഗാലാൻഡിലേക്ക് പോകാൻ ഞാൻ ചോദിച്ചോട്ടെ, ഈ മാഡം ഇത്രയും ഒരുപാട് മാസങ്ങൾ അവരോട് സഹകരിച്ചാണ്. ഈ നാഗാലാൻഡ് കണക്ഷൻ എപ്പോഴെങ്കിലും ശിവശങ്കറോ മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ഇറ്റ്സ് എ ട്രാപ്പ്, റൈറ്റ്? ഞാൻ അതിനെക്കുറിച്ച് എനിക്കറിയില്ല. എനിക്ക് ഇവരെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാൻ പറയുന്നതല്ലത്. എന്നിട്ടും ഐ എം ഫീലിംഗ് ലൈക്ക് ഐസൊലേഷൻ, പിള്ളേരോട് മിണ്ടാൻ പാടില്ല. ഒരു സത്യം പറഞ്ഞ ആ 4 ദിവസം കൊണ്ട് ഐ സ്റ്റാർട്ടഡ് ഷെഡിങ് ഡൗൺ. എനിക്ക് എന്നെ തന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ബിക്കോസ് എനിക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുന്നില്ല, എനിക്ക് ഉറക്കമില്ല, കംപ്ലീറ്റ്ലി ബ്രെയിൻ ഫ്രോസൺ ആയിട്ട് എന്താണെന്ന് അറിഞ്ഞൂടാ. ആൻഡ് ഐ വാസ് 100% ഷുവർ ദറ്റ് they are going to kill me. പിന്നെ ഞാൻ എൻ്റെ മകളടുത്താണ് പറയണത് എങ്ങനെയെങ്കിലും എന്നെ രക്ഷിച്ച് കസ്റ്റംസിന് മുമ്പേ എത്തിക്കാൻ. ബിക്കോസ് എനിക്ക് വേറെ മാർഗമില്ല. എന്താണെങ്കിലും നമുക്ക് പോയി അത് ഫേസ് ചെയ്യാന്നുള്ളതല്ലേ ഉള്ളൂ. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ അതിൽ സംശയിക്കേണ്ടിയുള്ളൂ. പക്ഷെ ബൈ ദെൻ ഇവര് അപ്പം തന്നെ ലെറ്റർ അയച്ചു, NIA കൊണ്ടുവന്നു, UAPA ചുമത്തി. അപ്പോഴും NIA എന്താണെന്ന് എനിക്കറിയില്ല. NIA വന്നിട്ട് they are telling me we are from NIA എന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് അതിനുള്ള ഒരു കുറ്റം ചെയ്തിട്ടില്ല? What's NIA got to do? Why? എന്നിട്ടും എനിക്ക് നോ ഫീലിങ്സ് ബിക്കോസ് ഐ ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ്. ഇവിടെ എന്നെ അവർ കൊല്ലും, എന്തായാലും കൊല്ലും, 100% ഉറപ്പായി കൊല്ലും. മുടിയിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങി, അങ്ങനെ ഫിസിക്കൽ ടോർച്ചർ തരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഐ നോ ഇനി ഇത് ഇൻസ്റ്റെഡ് ഓഫ് ഡൈയിങ് സംവെയർ, എന്നിട്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എല്ലാ കുറ്റവും എൻ്റെ തലയിൽ വന്നു കഴിയുമ്പോൾ ഐ വിൽ ബിക്കം സ്വപ്ന സുരേഷ് എന്നുള്ള ഒരു വ്യക്തി ഭൂമിക്ക് മുകളിൽ ഇല്ലാതിരുന്നാൽ അതെല്ലാം സ്വപ്ന സുരേഷ് ചെയ്തതാണെന്ന് വരുത്തി തീർത്ത് ഈ കാര്യം ചാപ്റ്റർ ക്ലോസ് ആയേനെ. ചാപ്റ്റർ ക്ലോസ് ആയി കഴിഞ്ഞാൽ എൻ്റെ മക്കളുടെ ഭാവിയും പോയേനെ. ബിക്കോസ് ഒരു സ്മഗ്ലറിന്റെ മക്കളായിട്ട് അവർ വളരണ്ടേ? എല്ലാം തീർന്നില്ലേ അതോടെ? സോ ദെൻ ആസ് എ മദർ വാട്ട് ഐ ക്യാൻ ഡു? അപ്പോഴത്തേക്കും ഒരു ഗോൾഡ് സ്മഗ്ലിംഗ് കേസിലും NIA വന്നിട്ടില്ല, UAPA ചുമത്തിയിട്ടില്ല. എനിക്ക് ഒരു കാരണവശാലും ബെയിൽ കിട്ടരുതെന്നുള്ള ഒരു ഇതായിരുന്നു. പാതിരാത്രി എല്ലാവർക്കും കൊഫെ പോസ കൊടുക്കുന്നതിന് മുമ്പേ എനിക്ക് കിട്ടി. ദാറ്റ് ഐ ഷുഡ് നോട്ട് കം ഔട്ട് ഓഫ് ദ ജയിൽ അറ്റ് ഓൾ. ഇഫ് ഐ കം ഔട്ട് ഐ വിൽ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഐ വിൽ റിയലൈസ് ഓൾ ദീസ് തിങ്സ്. അപ്പം ഇതെന്തിനായിരുന്നു? സോ ദർ ഇസ് സംതിങ്, റൈറ്റ്? സ്വപ്ന സുരേഷിനെ ഇങ്ങനെ തീർത്ത് കളയാനായിട്ട് എന്തായിരുന്നു കാര്യം? വാട്ട് ഡിഡ് ഷീ ഡു? അല്ല, അവിടെയാണ് വിഷയം. അതായത് സ്വപ്ന സുരേഷിനെ തീർത്ത് കളയാനുള്ളൊരു ശ്രമമായിരുന്നല്ലോ. അപ്പം കാര്യങ്ങളൊക്കെ ഏകദേശം അറിയുകയും ചെയ്യാം. പക്ഷേ ആ സ്വപ്ന സുരേഷ് തീർന്നു എന്ന് കരുതി അവർ സേഫാണെന്ന് കരുതാൻ കഴിയുമോ? വേറെ ഒന്നും മുന്നോട്ട് പോകില്ലല്ലോ. അന്വേഷണം തീർന്നല്ലോ. പേടിച്ച് വരണ്ട് ഷീ കിൽഡ് ഹെർ സെൽഫ്, അല്ലെങ്കിൽ ഷീ ഈസ് അബ്സ്കോണ്ടിങ്. അപ്പൊ വർഷങ്ങളോളം ഈ അബ്സ്കോണ്ടായ എന്നെ അന്വേഷിച്ച് ഇവരൊക്കെ നടക്കും. പിന്നെ അതങ്ങ് സമയം ചെല്ലുന്തോറും ഇതിന്റെ വാല്യൂ കുറഞ്ഞു പോകും. അപ്പൊ അവരുടെ പ്ലാനിങ് പക്കയായിരുന്നല്ലോ. അതിൻ്റെ അകത്ത് വെച്ച് they will enjoy and they will escape from all these criminal activities. ഈ പോലീസ് കസ്റ്റഡിയിലോ അല്ലെങ്കിൽ NIAയുടെ കസ്റ്റഡിയിലോ ഒക്കെ ഈ ഫിസിക്കൽ ടോർച്ചറിങ് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? They all took very good care of me, except ജയിലിൽ മാത്രം. ജയിൽ DGP, ADGP, റൈറ്റ്? ആ ഒരു പേഴ്സണാലിറ്റി അല്ലാതെ. അതാരായിരുന്നു അന്ന്? ഞാൻ ഓർക്കുന്നില്ലായിരുന്നു. അജയ് കുമാർ. ഓക്കെ. അദ്ദേഹം അനുഭവിച്ചില്ലേ? അതെ. He also got charged for some shit, right? അതാ. അപ്പോൾ അല്ലാതെ all the agencies were very good with me because they know I have not done anything. They know I am purely innocent. So they treated me with due respect and they gave me the dignity I have to get. ആ ഡിഗ്നിറ്റി തന്നെയാണ് അവരെന്നെ കസ്റ്റഡിയിൽ ഇരുത്തിയിരുന്നത്. പിന്നെ കുറച്ച് ടോർച്ചർ ഉണ്ടായിരുന്ന ED, ഉറങ്ങാൻ സമ്മതിക്കാതെ
അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വേറെ ഒരു ഏജൻസിയും ചെയ്തില്ല. 13 ദിവസം എന്നെ ഉറക്കാതെ, എനിക്ക് പ്രോപ്പർ റെസ്റ്റ് തരാതെ വെളുക്ക ചോദ്യം ചെയ്തു. 13 ദിവസവും ഉറങ്ങാൻ സമ്മതിക്കാത്തത്? No. ആസ് എ ലേഡി, നോ കൺസിഡറേഷൻ. രാവിലെ 6 മണിക്ക് റെഡിയായി ഇരുന്ന് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോൾ താഴെ കൊണ്ടുപോകും. പിന്നെ ലഞ്ച് സമയമാകുമ്പോൾ മേളിൽ കൊണ്ടുപോകും, ഭക്ഷണം തരും. അത് കഴിഞ്ഞ് താഴെ കൊണ്ടിരുത്തും. വെളുക്ക 2 മണി 3 മണി വരെയൊക്കെ ഇരുത്തി ചോദ്യം ചെയ്തിട്ട് രാവിലെ പോകാൻ പറയും. അവർക്ക് എന്താണ് അറിയേണ്ടിയിരുന്നത് യഥാർത്ഥത്തിൽ? അവർക്ക് എന്താണ് അറിയേണ്ടിയിരുന്നതെന്നല്ല, എന്നെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരുന്ന ഓഫീസറാണ് മിസ്റ്റർ രാധാകൃഷ്ണൻ. അതെ. What happened to him? Yeah, because he was Mr. Vijayan's ഗ്രൂപ്പിൽപ്പെട്ട ആള്. അപ്പൊ എന്നെ കസ്റ്റഡിയിൽ വെച്ച് ടോർച്ചർ ചെയ്ത് ഞാൻ ജയിലിൽ പോയപ്പോൾ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. ബിക്കോസ് ഈ BP വേരിയേഷൻ ഫ്ലക്ച്വേഷൻ വന്നിട്ട്. അപ്പോൾ ജയിലിൽ നിന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞു. അതായത് അവിടെ വെച്ചെങ്കിലും അപകടം വരട്ടെ എന്നുള്ളതാണ്. അപ്പം എല്ലാ ഏജൻസിയും gave me due respect. Only ED, only this gentleman. അജയ്കുമാർ അല്ല, രാധാകൃഷ്ണൻ. Why? Because അദ്ദേഹം പക്ക ഇവരുടെ സിൻഡിക്കേറ്റിലുള്ള ആളാണ്. അദ്ദേഹം, അതായത് ഈ രാധാകൃഷ്ണൻ പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മൊഴി കൊടുക്കാനായിട്ട് അങ്ങനെ എന്തെങ്കിലും നിർബന്ധിച്ചിട്ടുണ്ടോ? 164 റിട്രാക്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ 164 കൊടുത്തപ്പോൾ ആ 164 തിരിച്ചു വാങ്ങിച്ചിട്ട് പിന്നെ അവർ പറയുന്ന രീതിക്ക് കൊടുക്കാൻ പറഞ്ഞു. ഐ വിൽ നോട്ട് ഡു ദാറ്റ്. ഞാൻ പറഞ്ഞു ഐ നീഡ് ടു സീക്ക് മൈ ലോയേഴ്സ് പെർമിഷൻ. അന്നൊക്കെ ഭയം തോന്നിയിരുന്നില്ല ഈ കസ്റ്റഡിയിൽ? കാരണം ഭരണം അവർക്കാണ്, എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്. പ്രത്യേകിച്ചും ഈ CMൻ്റെ കൂടെയൊക്കെ ഒരു കുറേ കാലമൊക്കെ നടന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണെന്നുള്ള ഒരു ബോധം ഉണ്ടായിരുന്നു. എന്നിട്ടും ഭയം തോന്നിയില്ലേ ആ സമയത്ത്? ഈ ബിരിയാണി ചെമ്പിൽ അന്ന് സ്വർണം കൊണ്ടുപോയല്ലോ, ക്ലിഫ് ഹൗസിലേക്ക് കൊണ്ടുപോയി. ഈ കൊണ്ടുപോയ സ്വർണ്ണമൊക്കെ അത് എങ്ങനെയായിരിക്കും ഇത് കടത്തിയിട്ടുണ്ടാവുക? ചെമ്പ് പോലും വെളിയിൽ ആരും കണ്ടിട്ടില്ല. അതങ്ങ് വീട്ടിനകത്ത് ക്ലിഫ് ഹൗസിൻ്റെ അകത്ത് കയറി പോയി കഴിഞ്ഞാൽ പിന്നെ വി ഡോണ്ട് നോ വാട്ട് ഹാപ്പൻസ് ഫ്രം ദെയർ. എപ്പിലെപ്സി ഫിറ്റ്സ് വരുമായിരുന്നു. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു, ഫിറ്റ്സ് വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ബിക്കോസ് അതേപോലത്തെ ടോർച്ചറാണ് ഈ വ്യക്തി തന്നുകൊണ്ടിരുന്നത്. ഭാര്യയും മകളും. ഭാര്യയാണ് CM രവീന്ദ്രനുമായിട്ടിരുന്ന് പദ്ധതികൾ, ശിവശങ്കർ സാറുമായിട്ടിരുന്ന് പദ്ധതികൾ തീരുമാനിക്കുന്നത്. ഷേഖിന് സ്വർണം കൊടുക്കാന്ന് പറയുന്നത് പുള്ളിക്കാരത്തിയാണ്. അതായത് CM രവീന്ദ്രനും M ശിവശങ്കറും കമലയും കൂടിയാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. പിണറായി വിജയൻ അവിടെ റോളില്ല. I used to only cry, and very sincerely I am telling you this because I lost my children, I lost my life, I lost my career. നമ്മൾ വിശ്വസിച്ചവരെല്ലാവരും നമ്മളെ ചതിക്കുന്നു. ചുറ്റും മരണത്തിൻ്റെ ഭയം.